father, Bonnie ma'am, Ella Council, and also all my dear teachers, coordinators, principal, vice principal, and my dear friends, and PTA President Lisa, and also all other PTA executive members. First of all, I am so glad to stand here. ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇറ്റ് വാസ് മൈ ഡ്രീം ഫ്രം മൈ വെരി യങ് ഏജ് ടു ബിക്കം എ പൈലറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അക്കാദമി എൻട്രൻസ് എഴുതി. ആൻഡ് എനിക്കത് കിട്ടി. എൻട്രൻസ് എഴുതി ഇന്റർവ്യൂവിനായിട്ടുള്ള കോളേജ് വന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എൻ്റെ പേരൻസിന്. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈവൻ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേജ് പ്രോഗ്രാംസിൽ നിന്നിട്ടില്ല. ആകെ ചെറിയ ഇതേപോലെ ന്യൂസ് പേപ്പർ റീഡിങ് അസംബ്ലിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ വിളിച്ചത് ഫാദറിനെ വിളിച്ചിട്ട് ഇതേപോലെ അച്ഛൻ കാര്യം പറഞ്ഞു. അപ്പം എന്നെ അല്ലെങ്കിൽ എൻ്റെ പേരൻസിനെ പോലെ തന്നെ ഒരുപാട് സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഫാദർ. എന്നിട്ട് ഫാദർ പറഞ്ഞു ഇതേപോലെ സ്കൂളിൻ്റെ ഹിസ്റ്ററി ഇതുവരെ ആരും ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രീമിന് വേണ്ടി പോയതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സ്കൂളിൽ ഒരു ഫസ്റ്റ് ആവാൻ പറ്റിയതിൽ. എന്നിട്ട് ഫാദർ പറഞ്ഞു ഇതേപോലെ അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് തരാം, ഒരു ഹാഫ് ആൻ അവർ സെഷൻ. സാറിന് പോയി കൊല്ലത്ത് പോയി കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഇവിടെ വരും, നിങ്ങൾ ഇവിടെ വന്നാൽ മതി. സാർ ഭയങ്കര പങ്ക്ച്വലായിരിക്കും, അപ്പം കറക്റ്റ് 12 o'clock അല്ലെ അതിന് മുന്നേ തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതനുസരിച്ച് ഇച്ചിരി നേരത്തെ വന്നു. പക്ഷെ സാറിൻ്റെ പങ്ക്ച്വാലിറ്റി ആക്ച്വലി അത് എനിക്കൊരു മോട്ടിവേഷൻ ആവായിരുന്നു. കറക്റ്റ് 12 o'clock സാർ അലക്സാണ്ടർ ജേക്കബ് സാർ ഇവിടെ വന്നിറങ്ങി. അപ്പം അത് ശരിക്കും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സാർ പറഞ്ഞു ഓരോ കാര്യങ്ങൾ, ഈവൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും, ഡ്രസ്സിങ്ങും പിന്നെ ഈവൻ ഐബ്രോസിന്റെ പോലും എങ്ങനെ ആയിരിക്കണം, ഇന്റർവ്യൂ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് സാർ പറഞ്ഞു തന്നു. അങ്ങനെ ഇന്റർവ്യൂ ബോർഡിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അത് എനിക്ക് ഇന്റർവ്യൂവിന് മുന്നേ ഫാദറിനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാദർ എനിക്ക് ബ്ലെസ്സിങ്സ് തന്നു. എന്നിട്ട് ഫാദർ എന്നെക്കാട്ടും ഒരുപാട് കോൺഫിഡന്റ് ആയിരുന്നു ഫാദർ എനിക്ക് ഇത് കിട്ടും എന്നുള്ള ഇതില്. അപ്പൊ ഞാൻ പോലും അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു ശരിക്കും. പക്ഷെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കിട്ടും, ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഫാദറിന്റെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു എൻസിയാസും എനിക്കും കൂടി ഫാദർ പകർന്നു തരായിരുന്നു. താങ്ക് യു സോ മച്ച് ഫാദർ ഫോർ ദാറ്റ്. ഈ സ്കൂളിന്റെ ചില മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേഷൻ, പ്രോഗ്രാം കോർഡിനേഷനും ഇവിടുന്ന് തരുന്ന നോളജും വാല്യൂസും പിന്നെ വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ. അത് ഇവിടുത്തെ വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. എസ്പെഷ്യലി ഇവിടുത്തെ അസംബ്ലിക്കായാലും ആനുവലിലേക്കായാലും പ്രോഗ്രാംസിനായാലും ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു കോർഡിനേഷൻ അത് ശരിക്കും ഇറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് ഇവിടുന്ന് അത് പോകുമ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. അതെനിക്ക് ശരിക്കും കണ്ട് മനസ്സിലായിട്ടുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ്, എന്നെ പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. മിനിമോൾ മാം എങ്ങനെ അറിയാമെന്ന് എനിക്കറിയില്ല. സയൻസും മാത്സും എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. ബട്ട് ഷീ ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. മിനിമോൾ മാം, ബിജി മാം, പ്രവീത മാം, സുനി ജോസഫ് മാം, പിന്നെ കുറേ ടീച്ചേഴ്സ്, കവിത മാം, ടെസി മാം, പിന്നെ ആരുടെയും പേര് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ്. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും അവരൊക്കെ ശരിക്കും ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു. ഇവിടുന്ന് പോയാലും അവരുടെ ക്ലാസ്സസ് അതൊക്കെ ഒരുപാട് ഓർക്കുമായിരുന്നു, മിസ് ചെയ്യായിരുന്നു. കാരണം ഇതേപോലത്തെ ക്ലാസ്സസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല വേറെ. ആൻഡ് ഓൾസോ എൻ്റെ പേരൻസ്, എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം ചിലർക്കൊണ്ട് ഇങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ടായാൽ പോലും പേരൻസ് സമ്മതിക്കാത്തവർ അല്ലെ പേരൻസിന് ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന അവസ്ഥ കുറെ കുട്ടികൾക്ക് വരാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉള്ളത് ഞാൻ കുട്ടിക്കാലം തൊട്ട് പറഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ അച്ഛൻ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പേരൻസ് എല്ലാവരും, പിന്നെ എൻ്റെ അനിയത്തി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലരാണ് ഇവിടെ ഡ്രീം ഉള്ളത്, ചിലരുടെ ഡ്രീം സ്റ്റേബിൾ ആയിരിക്കത്തില്ല, ചിലർക്ക് കുട്ടിക്കാലത്തൊക്കെ കോൺസ്റ്റന്റ് ഡ്രീം കാണും. അപ്പൊ ഇതെല്ലാം നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ വളരുന്നതിനനുസരിച്ച് we should also build up our brain and try to achieve it. All the best everyone. Thank you. Thank you, Sabri, for your words.